നമ്മൾ പലതരത്തിലുള്ള ഫോർച്യൂണർ മോഡിഫിക്കേഷൻസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അതാണ്ട് ഈ കിടക്കുന്നത് എന്നെ ഭയങ്കരമായിട്ട് ക്രഷ് അടിപ്പിച്ച സാധനമാണ്. ബ്ലാക്കിൽ കരിമ്പുലികളെ കണ്ടിട്ടുണ്ട്, വൈറ്റും പല കളറുമായിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന ഇഷ്ടം പോലെ ഫോർച്യൂണർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കിടക്കുന്നത് എന്ത് തോന്നുന്നു? സെറ്റ് അല്ലേ? ഇപ്പൊ ഞാൻ ഭയങ്കര വെയിലത്താണ് ഇട്ടേക്കുന്നത്. ഓരോ സമയത്തും ഈ വണ്ടിക്ക് ഓരോ കളറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഫോർച്യൂണറായിട്ട് കുറെ അധികം ബന്ധം നമുക്കുണ്ട്. ആൻഡ് ഇതിന്റെ ഓണർ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഇതിനകത്ത് ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻസും ആൻഡ് നിങ്ങൾക്ക് ഫോർച്യൂണർ ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് ഓണറിനെ ക്ഷണിക്കാം. ഓണർ ഇറങ്ങി വരൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറി ഇരുന്നിട്ട് സ്ലോ മോഷനെ വന്നാൽ മതി. ഒന്ന് ഹായ്, സുഖം തന്നെ? സുഖമായിട്ടിരിക്കും. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ ഒരു പ്രണവ്. ബാക്കി നമ്മൾ ഗെയിമിംഗ് വഴി പരിചയപ്പെട്ടാണ്. അതെ, GTA 5 RP ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പഴയ കാലം എനിക്കൊന്ന് 19-20 അല്ലേ, 18-19 ആ കാലത്ത് റോൾ പ്ലേ MRP എന്ന് പറഞ്ഞ സെർവർ ഉണ്ടായിരുന്നു. ആ സെർവറിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഗെയിമിംഗ് ഫ്രണ്ടാണിത്. ആൻഡ് പതുക്കെ അത് ക്ലോസ് ഫ്രണ്ടായിട്ട് മാറി. ആൻഡ് അന്ന് ഞാൻ ഈ ഫോർച്യൂണർ നമ്മളന്ന് എന്നാ കാണുന്നത് 20-21 സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്നത്. കൊറോണ കഴിഞ്ഞ സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഈ വണ്ടി വെള്ള കളറായിരുന്നു. അന്നോട്ടെ റിവ്യൂ എടുക്കാനായിട്ട് അന്നേ ഞാൻ ഈ പറഞ്ഞ ഈ സെയിം യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നെ നമ്മൾ ഷൂട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് TRD കിറ്റ് ഒക്കെ ചെയ്തിട്ട് അല്ലേ, TRD ഗ്രില്ലൊക്കെ ചെയ്തിട്ട് യെസ്, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ അന്ന് ഞാനിങ്ങനെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നത് വണ്ടി പണിയാൻ പോവാ. പിന്നെ ഞാൻ ഫോട്ടോ കാണുമ്പോൾ അന്യായ ലുക്കിൽ ഫുൾ ചേഞ്ചോട് കൂടി ഫോർച്യൂണർ, അതായത് ഫോർച്യൂണർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ക്രഷ് അടിക്കുന്ന രീതിയിലുള്ള ലുക്കിലോട്ട് ഈ വണ്ടി മാറ്റിയിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയറിലും നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. യെസ്, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കുറേ അധികം ഓഡിയോ സിസ്റ്റത്തിലും ഈ വണ്ടി പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വണ്ടി ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫോർച്യൂണർ ഇതുപോലെ പണിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ആദ്യം തന്നെ ഈ കളറിനെ പറ്റി പറയാം. ഇത് വെയിലത്തിടുമ്പോൾ ഒരു കളർ, അല്ലാത്തപ്പോൾ വേറൊരു കളർ പോലെയാണ് തോന്നുന്നത്. കുറച്ച് ഡാർക്ക് ആയിട്ട് വരും വെയിലത്തിടുന്ന സമയത്ത്. ഐൽ ഓഫ് മാൻ ഗ്രീൻ എന്ന് പറഞ്ഞ BMW വരുന്ന ഒരു കളറാണ്. BMW ഇന്ത്യയിൽ വരുന്ന മോഡലിനുള്ള കളർ തന്നെയല്ലേ? ഇന്ത്യയിൽ വരുന്ന മോഡലിനും ഉണ്ട് ഈ കളർ. പക്ഷെ റോഡിൽ അങ്ങനെ ഈ കളറിൽ BMW കണ്ടിട്ടില്ല. കുറവാണ്. അത് ഏത് സീരീസിനാണുള്ളത്? 5 സീരീസിന് ഈ കളർ ഉണ്ടോ? എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പുതിയ 5 സീരീസ് ഈ കളർ ഉണ്ട്. പുതിയ മോഡലിന് അതിനുണ്ട്. പിന്നെ SUV മോഡലിന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് പോയത്. ലൈറ്റ് കളർ വേണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് പെയിന്റിംഗിലോട്ട് മാറി? അല്ല, കൺഫ്യൂഷൻ ആയിരുന്നു. ഈ കളറിലോട്ട് പോയത് അവസാനമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ആ സമയത്തല്ലേ ഏതാ രസമായിരിക്കും. വേറൊരു കളറാ ചൂസ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അവസാനം എനിക്കതൊരു അധികം ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ ഇത് അടിക്കുന്നതിന് കുറച്ച് മുമ്പേ ആയിട്ട് പോയി പറഞ്ഞത് എനിക്കിത് അടിക്കണ്ട, വേറൊരു അടിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു പാനലിൽ അടിച്ചു നോക്കി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്തോട്ട് പോയത് ഇതൊരു ഗ്ലേസി ഫീൽ ആണ്, ഭയങ്കര ഗ്ലിസറിൻ ടൈപ്പ് സാധനമാണ് അല്ലേ? ഇത് ഇപ്പം ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് കളർ പോലെ ആയിരിക്കും, ഒരു ഗ്രീനിഷ് ബ്ലാക്ക്. അതെ. പിന്നെ അല്ലെങ്കിൽ വെയിലടിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് വരും, കണ്ടോ? നിങ്ങൾക്ക് ക്യാമറയിൽ ഇപ്പൊ നിങ്ങൾ ബീറോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര തിളക്കമാണ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഈ പെയിന്റിന് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സമയത്ത് ഇരുട്ടത്ത് ചെറിയൊരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡാർക്ക് ഗ്രീൻ ആവും. അല്ലാത്തപ്പം ലൈറ്റ് കളർ ഒരു ഗ്രീൻ ആണ് വെയിലടിക്കുന്ന സമയത്ത്. ഓക്കെ. ആൻഡ് ഫ്രണ്ടിൽ ബമ്പർ സൈഡിൽ എന്താണ് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത്? ഇതിപ്പം 2019 മോഡൽ വണ്ടിയായിരുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്തതാണ്. സിഗ്മയിൽ തന്നെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സിഗ്മ തന്നെയാണ് വണ്ടി, ലെജൻഡർ അല്ല. കൺവേർട്ട് ചെയ്ത് എനിക്ക് ലെജൻഡർ കിറ്റിലോട് അധികം താല്പര്യമില്ല. ബ്ലാക്ക് ഓക്കെയാണ് ലെജൻഡർ കിറ്റ്. പക്ഷെ ഈ ഒരു കുറച്ചൊരു ബൾക്ക് ഫീൽ കിട്ടാനായിട്ടാണ് ഈ ഒരു കിറ്റിലോട്ട് പോയത്. വണ്ടി ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഡീക്രോം ആണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ബ്ലാക്കിലോട്ടൊക്കെയാണ് പോകുന്നത്. അതൊരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ക്രോമിൽ തന്നെ പെയിന്റ് ചെയ്തിരിക്കുക. നമ്മൾ സ്റ്റോക്ക് വരുന്ന ക്രോം ഗ്രില്ലിനെ എടുത്തെങ്കിൽ ബ്ലാക്ക് ആയി. സാധാരണ സ്റ്റിക്കർ ചെയ്യാറുണ്ട് ചില സ്റ്റിക്കർ ചെയ്യും, കാർബൺ ഫൈബറിന്റെ സ്റ്റിക്കർ ചെയ്യും. പക്ഷെ ഇത് പെയിന്റ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. സ്പ്രേ ആണ്. പിന്നെ ഒരു ട്രൈ കളർ ഫോഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ കാണുന്ന പോലെ യെല്ലോയും വൈറ്റും വാം വൈറ്റും മിക്സ് ചെയ്തു. അപ്പൊ യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിന് ഹൈ റേഞ്ച്. നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വയനാട്ടിലാണ്. കുറെ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഷൂട്ടാണ് ഇത്. നമ്മൾ ട്രിവാൻഡ്രത്താണ് ശരിക്കുള്ള വീട്. അപ്പോൾ വയനാട്ടിൽ താമസിക്കുമ്പോൾ വരാം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നീണ്ടു പോയതാണ്. പണി കഴിഞ്ഞിട്ട് കുറെ ആയി, എത്ര മാസങ്ങളായി അല്ലേ? അതിനിടയ്ക്ക് ഞാൻ പുതിയ ക്യാമറ മേടിച്ചു. നിങ്ങൾ അതിലാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയും ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി മൊത്തം PPF ചെയ്തിട്ടുണ്ട്. ഓക്കെ. പെയിന്റ് അടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ എത്ര വർഷത്തെ PPF ചെയ്തേക്കുന്നത്? ഇത് ലൈഫ് ടൈം വാറന്റി ആണ്. ടൈറ്റാനിയം മോഡൽ. അതെ, കോസ്മോ എന്ന് പറഞ്ഞൊരു. ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ലെന്ന് അറിയാം. അത് നിങ്ങളെ കാണിച്ചു തരാം, ചുറ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഫോർച്യൂണർ എടുത്ത് പണിയാം, അതായത് ഫോർച്യൂണർ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഫോർച്യൂണർ തന്നെ
പണിയാം അല്ലെങ്കിൽ വേറെ വണ്ടിയിലോട്ട് പോകാഞ്ഞത് ആൻഡ് ഫോർച്യൂണറിനോടുള്ള ക്രൈസ് എങ്ങനെയാണ് തുടങ്ങിയത് അവിടെയും കൂടെ? അത് SUV ആണ് കുറച്ചും കൂടെ, അല്ല എവിടെയും കയറി പോവും. പിന്നെ നമുക്കിവിടെ വയനാട്ടിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ പോകാനായിട്ട് ഈ വണ്ടിയാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് അങ്ങ് പണിതത്. ഓക്കെ, ഓൾറെഡി 700 യൂസറാണ്. അതെ, മഹീന്ദ്ര യൂസറാണ്. ആൻഡ് 2 വണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ 700യും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ച്? 2 കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു SUV കാറ്റഗറിയിൽ അങ്ങനെ നോക്കി മറ്റത് ഇതെല്ലാം അവിടെ നിന്ന് കയറിപ്പോവും. ഒരു സ്ഥലത്ത് ഇതുവരെ കുടുങ്ങിയിട്ടില്ല, ഒരു പണി തന്നിട്ടില്ല. ഫ്രണ്ട് വീൽ ആയതിന്റെ പോരായ്മ. മറ്റത് എനിക്ക് കുറച്ച് ഡ്രൈവിംഗ് ആണ് കൂടുതൽ ഇഷ്ടം, ഓഫ് റോഡിംഗ് ആണ് കൂടുതൽ ഇഷ്ടം? ഡ്രൈവിംഗ്. ഓഫ് റോഡിംഗ് അധികം ചെയ്യാറില്ല, എന്നാലും ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് ചെയ്യും. അതൊക്കെ ഒരു മൈൻഡ് അല്ലേ, ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാണുവാണെങ്കിൽ അങ്ങ് കയറി പോകും. ഓക്കെ. അല്ലെ ഫോർച്യൂണറിൽ പണിയാമെന്നുള്ളൊരു തോട്ട് വന്നല്ലോ, വേറെ ഏതെങ്കിലും മനസ്സിൽ വേറെ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് പണിഞ്ഞാൽ മതി? കാരണം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ഞാൻ ലാസ്റ്റ് പറയാം, ആ രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിയുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് തിങ്ക് ചെയ്യാമല്ലോ, വേണമെങ്കിൽ വേറൊരു വണ്ടി എടുത്തിട്ട് പണി, അല്ലെങ്കിൽ ഇത് തന്നെ മതി അല്ലേ, ഇതിൽ തന്നെ അങ്ങ് പോകാന്ന് വിചാരിച്ചു. വണ്ടി ഓൾറെഡി ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്താ. ഓക്കെ. അപ്പൊ ഈ ബ്ലാക്ക്, അല്ലെങ്കിൽ എല്ലാവരും ബ്ലാക്ക് ആണല്ലോ ഫോർച്യൂണർ മേക്കത് ഇപ്പൊ റോഡിൽ കാണുന്നത് ബ്ലാക്ക് ആണ്, എല്ലാവർക്കും ബ്ലാക്ക് ആണ്. എല്ലാവരും ഡീക്രോം ചെയ്യുക, കാർബൺ ഫൈബർ സെറ്റപ്പ് ആക്കുക, കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കളറിലോട്ട് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ചിന്ത ഉണ്ടായിരുന്നോ? അതോ ബ്ലാക്ക് മൈൻഡിൽ ഇല്ലായിരുന്നു? ആദ്യമേ ഇല്ല. യുണീക്ക് യുണീക്ക് ഒരു വേറൊരു കളറിലോട്ട് പോകാന്ന് വിചാരിച്ചിരുന്നത്. ചിലപ്പോ ഗ്രേ, ഡാർക്ക് ഗ്രേ, അല്ലെങ്കിൽ വേറെ കുറച്ച് കളേഴ്സ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെയാണ് ഇതിനകത്തോട്ട് അങ്ങ് മാറിയത്. ഓക്കെ. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഇട്ട് ഗൈസ് എങ്ങനെയുണ്ട്? ഇതാകുമ്പോൾ ഇത് ചെറിയൊരു കുത്തനെ കയറ്റമുണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിക്കയറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 4x4 നല്ലതാണ്. ഇത് ബേസിക്കലി തുടക്കം കുറച്ച് മാത്രം യൂസ് ചെയ്ത സെറ്റപ്പ് ഇത്. വേണമെങ്കിൽ ഇതൊക്കെ കയറ്റിക്കൊണ്ട് പോകാം അല്ലേ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കയറ്റാം. ഓക്കെ. അപ്പോൾ ഞാൻ സൈഡ് ഇട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം സസ്പെൻഷനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ, കാറിൻ്റെ ഏറ്റവും വലിയ ഒരു പാർട്ടാണ് സസ്പെൻഷൻ സൈഡ്. അപ്പോൾ ഇത് ഏത് മോഡലാണ് ചെയ്തേക്കുന്നത്, ആൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടായതും നേരത്തെ ഉണ്ടായിരുന്നതും തമ്മിലുള്ള ബെനിഫിറ്റ്സ്? ഞാൻ ഫസ്റ്റ് സ്റ്റോക്കിൽ നിന്ന് ഞാൻ മാറ്റി ഫസ്റ്റ് ട്രൈ ചെയ്തത് ഡോക്ടർ നാനോയുടെ സസ്പെൻഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് അന്ന് സസ്പെൻഷൻ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടയർ വേറെ അലോയ് ആയിരുന്നു, വേറെ കസ്റ്റം അലോയായിരുന്നു. അതിലിട്ട സമയത്ത് അത് കയറി ഇവിടെ ബോഡി ലൈനിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഇഷ്യൂ ഉണ്ട്. സ്റ്റോക്ക് അലോയിൽ തട്ടത്തില്ല ഈ സൈസ്, പക്ഷെ ഇത് വേറെ അലോയിലായിരുന്നപ്പോൾ തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടർ നാനോ സസ്പെൻഷനിലോട്ട് പോയതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് ഓഫ് റോഡിൽ നമുക്ക് ഇറങ്ങി കളിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓൺ റോഡ് ഒട്ടും കംഫോർട്ടില്ല. വണ്ടി ഒരു ചെറിയ ബമ്പ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അതത്ര രസമില്ല. പക്ഷെ അതായത് ആ പ്രൈസ് റേഞ്ചിൽ ഓക്കെ, അത് ഒരു 80,000 സംതിങ്ങിനായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൻഡറിന്റെ കിങ് സീരീസ് ആണ്. കിങ് സീരീസ് സസ്പെൻഷൻ ആണ്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി സസ്പെൻഷൻ ആണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വ്യത്യാസങ്ങൾ ഇത് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പൊക്കവും താത്തവും വേണമെങ്കിൽ ചെയ്യാം. അത് അല്ലാതെ നമ്മൾ ലിഫ്റ്റ് കയറ്റിയിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി ചെയ്യണം. അല്ലാതെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ടൂളൊക്കെ ഉണ്ട്, ആ ടൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡാമ്പിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്റ്റിഫ്നെസ്. ഇപ്പൊ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് 4-ലും ബാക്ക് 3-ലും കിടക്കുന്നത്. 3 എന്ന് പറയുമ്പോൾ ബാക്കിൽ കുറച്ച് കംഫോർട്ടിന് വേണ്ടി 3 ഇട്ടതാണ്. 4 ഇട്ടത് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരുന്നത് 4 ആണ്. എല്ലാം 4 4 ആണ് വരുന്നത് സസ്പെൻഷൻ. ഫ്രണ്ട് 4 ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹാൻഡ്ലിംഗ് ബെറ്റർ ആക്കാനായിട്ടാണ് ഫ്രണ്ട് 4 ഇട്ടത്. ഇപ്പൊ അത് കുറച്ച് പക്കയാണ് എനിക്ക് ഓടിക്കുന്നത്. എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ എനിക്ക് ഈ ഒരു സെറ്റിംഗ് ഓക്കെയാണ്. ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് മാറ്റാം. ചിലർ 1 ഇടുന്നവരുണ്ട്. 1 ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫോർട്ടാണ്, 4 1 ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കംഫോർട്ടാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 80 വരെ ക്രൂസ് ചെയ്ത് പോകുന്ന രീതിയിലാണ്, ഭയങ്കര കംഫോർട്ടാണ്. പക്ഷെ സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. ഒരു 100 120 ഒക്കെ കയറി പോവാണെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഫ്രണ്ട് 5 ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹാൻഡ്ലിംഗ് പക്കയായിരിക്കും. എനിക്ക് ഈ ഒരു സെറ്റിംഗിൽ എനിക്ക് പക്കയാണ് ഈ ഹാൻഡ്ലിംഗ്. പിന്നെ 8 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ട്, ഡാമ്പിംഗ് 8 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. 1 ആണ് ഇതിന്റെ കംഫോർട്ട്, ഏറ്റവും കംഫോർട്ട് ഉള്ളത് 1 ആണ്. 1 ഭയങ്കര സുഖം. പക്ഷേ ഹാൻഡ്ലിംഗ് പോരാ. കമ്പനിയിൽ നിന്ന് വരുന്ന സസ്പെൻഷനെക്കാട്ടും അടിപൊളിയാണ് ഇത്. മെയിനായിട്ട് ഹെവി ഓഫ് റോഡിങ്ങിനും കൂടെ ചേർന്നിട്ടുള്ളൊരു സസ്പെൻഷൻ. രണ്ടും റോഡും പറ്റും, ഹൈവേയും പറ്റും, ഇതും പറ്റും. അതെ, ഹൈബ്രിഡ് സെറ്റപ്പിൽ. അവിടെ കല്ലുണ്ടോ? മതിയാ? ഓടിച്ചു ഫുൾ അടിച്ചു.
അടുത്ത മോഡിഫിക്കേഷൻ സൈഡിലോട്ട് വരുന്ന സമയത്ത് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പാർട്ടാണ് മോഡിഫിക്കേഷന്റെ കേസിൽ. അത് ഈ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ ഒരു ഗട്ട്സും വേണം ആൻഡ് വണ്ടി കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഈ വണ്ടി കേപ്പബിൾ എന്ന സെൻസിൽ ഫോർച്യൂണർ അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്താലും വണ്ടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുള്ള കോൺഫിഡൻസ് വണ്ടിക്കും ഉണ്ട്, ഓടിക്കും നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ലിഫ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ദോഷങ്ങൾ, ഗുണങ്ങൾ ആൻഡ് അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ലിഫ്റ്റ് ചെയ്യുമ്പം ഞാൻ ഫസ്റ്റ് ടൈം ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം നോക്കിയിട്ടില്ല. കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട വന്നിട്ടുണ്ട് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. എനിക്ക് ഫസ്റ്റ് ഞാൻ ടയർ എടുത്ത സമയത്ത് ടയർ സൈസ് കൂടി അപ്സൈസ് ചെയ്തുകൊണ്ടാണ് ഈ തട്ടുന്ന ഇഷ്യൂ. ടയർ വലുതായതുകൊണ്ടാണ് ആർച്ച് തട്ടുന്ന പ്രശ്നം. അതെ, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ സസ്പെൻഷൻ എടുത്ത് തന്നെ. അപ്പൊ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സസ്പെൻഷൻ അത്രയും ഇതാവും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഏകദേശം അതൊരു 1 വർഷത്തോളം ഉപയോഗിച്ചു ആ സസ്പെൻഷൻ. 1.5 വർഷം ഉപയോഗിച്ചു. അധികം ഓടിയിട്ടില്ല. പക്ഷെ അതിനകത്ത് പിന്നെ നമ്മളെപ്പോഴും ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മാറ്റേണ്ട ഒരു സാധനമാണ് ഈ അപ്പർ കൺട്രോൾ ആകുമ്പോൾ. അപ്പർ കൺട്രോൾ ആകുമ്പോൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോക്കിലാണെങ്കിൽ അത് കയറി വലിഞ്ഞു നിൽക്കും. അപ്പം അത് നമ്മുടെ വണ്ടിക്ക് തന്നെ അത് കേടാം. അത് കയറി തട്ടി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് സസ്പെൻഷൻ ഡാമേജ് ആവും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഡോക്ടർ 9 അപ്പർ കൺട്രോൾ ആമാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അപ്പർ കൺട്രോൾ ആമാണ്. അതുകൊണ്ട് പിന്നെ അത് മാറ്റാൻ നിന്നില്ല. പ്രൊഫൻഡറിന്റെ സസ്പെൻഷനും. ഈ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വണ്ടിക്കും ഡ്രൈവിങ്ങിനും തോന്നിയിട്ടുള്ളത്? വണ്ടിക്ക് ഇപ്പം സസ്പെൻഷൻ മാറിയതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ നല്ല കംഫർട്ട് കിട്ടി. അങ്ങനത്തെ ഇതിന്റെ സ്റ്റോക്ക് സസ്പെൻഷൻ ശരിക്കും ആട്ടമുള്ള ബോഡി റോളിംഗ് ഉള്ള പരിപാടി ആയിരുന്നല്ലോ. സ്റ്റോക്ക് ബോഡി റോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിധി വരെ കുറയ്ക്കാനകത്ത് പറ്റി. അതെ, ഇതിനകത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇത് ലിഫ്റ്റഡ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡി റോൾ കൂടുകയോ ചെയ്യും. അതെ, പക്ഷെ പൊങ്ങി നിൽക്കുമ്പോൾ സസ്പെൻഷൻ നമ്മൾ അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള സസ്പെൻഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ലിഫ്റ്റ് ചെയ്താൽ അത് ബോഡി റോൾ മറ്റേതിനെക്കാട്ടും കുറയ്ക്കത്തേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ബോഡി റോൾ കുറവാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇതിനകത്ത് ഇനിയും ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലെവലിംഗ് കിറ്റ് ഇട്ടിട്ട് ഇപ്പൊ ഈ ബ്രാൻഡിന്റെ തന്നെ ലെവലിംഗ് കിറ്റ് ഉണ്ട്. 1 ഇഞ്ച് വരെ സ്വീറ്റ് സ്പോട്ട് ആണ്, കുഴപ്പമില്ല. 2 ഇഞ്ച് അങ്ങോട്ടൊക്കെ പോവാണെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ പിന്നെ ലിഫ്റ്റ് ചെയ്യും. അത്രയും ലിഫ്റ്റ് ചെയ്ത ബോഡി റോൾ വരും, കംഫോർട്ട് പോകും. കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊരു സ്വീറ്റ് സ്പോട്ടാണ്. 2.5 ഇഞ്ച് ലിഫ്റ്റ് ആണ് ഇപ്പോൾ തന്നെ ഉണ്ട്. നോർമലി സസ്പെൻഷൻസ് 2 ഇഞ്ച് ലിഫ്റ്റ് ഒക്കെയാണ് വരുന്നത്. ഇത് 2.5 ഇഞ്ച് ഉണ്ട്. അത്യാവശ്യം നല്ല സസ്പെൻഷനുമാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് നമുക്ക് പൊക്കവും താത്തവും ചെയ്യും. ഇനി ഇതിലൊരു എനിക്ക് തോന്നുന്നൊരു 1 ഇഞ്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ പൊക്കാം ടൂൾ വെച്ചിട്ട്, സസ്പെൻഷൻ തന്നെ ലെവലിംഗ് കിറ്റ് ഇടാതെ. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഹുഡിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് സ്റ്റോക്കാലെന്ന് എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് എഞ്ചിൻ സൈഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ കറന്റ് വൂൾഫിന്റെ സ്റ്റേജ് 2 ട്യൂണിലാണ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ചെയ്തിരുന്നത് കോഡ് 6ന്റെ സ്റ്റേജ് 1+ ട്യൂണാണ് ചെയ്തിരുന്നത്. അത് 1 വർഷം മുമ്പല്ല. വണ്ടി ഞാൻ ബിൽഡ് ചെയ്ത ശേഷം അല്ല, വൈറ്റ് ആയിരുന്നപ്പം സ്റ്റേജ് 1+ ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വൂൾഫിലാണ് ഞാൻ ഫസ്റ്റ് പോയത്. പക്ഷെ എനിക്ക് അന്ന് ഇതിന്റെ ECU ലോക്ക്ഡ് ആയിരുന്നു. ഈ ഒരു ഇയറിൽ ഇറങ്ങിയ വണ്ടിയുടെ ECU ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് അവരുടെ കോൾ വന്നത് ഇങ്ങനെ. അപ്പം ഞാൻ അൺലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേജ് 2 ചെയ്യുവാണ് ചെയ്തത്. പിന്നെ ഡൗൺ പൈപ്പ് ചെയ്തിട്ടുണ്ട്. BRDയുടെ ഡൗൺ പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേജ് 2 ചെയ്തതിന് ശേഷം എന്തൊക്കെ പെർഫോമൻസ് വേരിയേഷൻ? നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇനിഷ്യൽ നമുക്ക് കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ആ ഒരു ഇത്. പിന്നെ പവർ ഫിഗേഴ്സ് ഇതിപ്പോ സ്റ്റോക്ക് വരുന്നത് 175 എന്തോ ഉള്ളൂ BHP. ഇതിപ്പം 200+ BHP ഉണ്ട് ഇപ്പൊ ഈ വണ്ടി. കൺഫേം എന്തായാലും കാണും. സ്റ്റേജ് 2 കിടക്കുന്നത്. ഡൈനോ ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് റോഡിൽ ഓടിക്കുന്ന ആ ഒരു ഫീല് സ്റ്റേജ് 1+ 2 വന്നപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് വൂൾഫിന്റെ. ഇതിപ്പം സ്റ്റേജ് 2 റീമാപ്പും ഉണ്ട്, TCU ടൂണും ഉണ്ട്. TCU ടൂണും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ECUം ചെയ്തു, TCU ചെയ്തിട്ടുണ്ട്. TCU ECU എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അർത്ഥത്തിലായിരിക്കും. അത് ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട്, ഗിയർ ലാഗ് കുറയ്ക്കാനായിട്ട്, ഗിയറിന്റെ ടൂണിങ്. അതെ, ഗിയറിന്റെ ടൂണിങ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അപ്പം ആ ഒരു സ്മൂത്ത് ആയിട്ട് കയറി പോകാനായിട്ട് നമുക്ക് ആ ഒരു എരച്ച് കയറുന്ന അതൊന്നും ഇല്ല. ഇപ്പം വണ്ടി പക്ക സ്മൂത്ത് ആണ് ഇപ്പോൾ ഓടിക്കാനൊക്കെ. ഹൈവേയിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല സ്മൂത്ത് ആണ് വണ്ടി. കാല് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇതറിയാം. മൈലേജിന്റെ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് പഴയതിൽ നിന്നും പുതിയതിലോട്ട്? മൈലേജ് ഇപ്പം സ്റ്റേജ് 1+ൽ മൈലേജ് കുറച്ച് അല്ല, എനിക്ക് എല്ലാത്തിലും ഇപ്പം ഈ ഒരു ടയർ സൈസിൽ അപ്പ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് മൈലേജ് ഡ്രോപ്പ് വരേണ്ടതാണ്. പക്ഷെ വണ്ടി സ്റ്റോക്കായിരുന്ന സമയത്ത് ഈ ടയർ ഇട്ടപ്പം കുറച്ച് മൈലേജ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ട്യൂൺ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അതായത് നോർമലി കിട്ടിക്കൊണ്ടിരുന്നത് ടയർ ഇട്ടിട്ട് മാറിയതിന്റെ ട്യൂൺ ചെയ്ത സമയത്ത് അത് തിരിച്ചു കിട്ടി. അതെ, തിരിച്ചു കിട്ടി. അപ്പം ഏകദേശം ഇപ്പൊ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8.9 അടുപ്പിച്ച് സിറ്റിക്കകത്തുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വയനാട് ഇപ്പം ഈ ഹൈ റേഞ്ച് കൂടെയൊക്കെ വണ്ടി ഓടുന്നത്. എന്നിട്ട് ഇപ്പൊ 9 ഉണ്ട്. നോർമലി ഇപ്പം ട്രിവാൻഡ്രം സിറ്റി അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്കൊരു 10 ഒക്കെ കിട്ടുന്നുണ്ട് സിറ്റിക്കകത്ത്. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 10 കിട്ടും. അല്ലെങ്കിൽ
ഏറ്റവും കൂടുതൽ ഹൈവേയിൽ പോവാണെങ്കിൽ ഒരു 13 വരെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാവരും അതിന്റെ എബോയും കിട്ടാം, പക്ഷെ ആ രീതി ഓടിക്കണം വണ്ടി. ഓക്കെ. അപ്പൊ എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത് ഈ ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് മൈലേജ് കുറയും എന്നുള്ള പേടിയുണ്ട് ഒത്തിരി പേർക്ക്. അപ്പൊ ഈ പറഞ്ഞാല് ട്യൂൺ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂടെയുള്ള സാധനങ്ങളോടെ മാറ്റിയാലേ. സ്റ്റേജ് 2 പോകുമ്പോൾ നമ്മൾ എന്തായാലും ഡൗൺ പൈപ്പ് ചെയ്യാം. ഓക്കെ, ഡൗൺ പേയ്മെന്റ് മാത്രമേ അതിനകത്ത് ഡൗൺ പൈപ്പ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഇന്റർകൂളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നേ, പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല. വേണ്ട, സ്റ്റോക്ക് തന്നെ മതി. അല്ല സ്റ്റോക്ക് സ്റ്റോക്കാണോ? സ്റ്റോക്കാണ്, ഇന്റർകൂളർ സ്റ്റോക്കാണ്. ഞാനത് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സ്റ്റോക്ക് തന്നെ അത് അത്യാവശ്യം നല്ലൊരു ഇന്റർകൂളർ തന്നെയാണ്, അതിന് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എയർ ഫിൽറ്റർ ഒക്കെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, BMCയുടെ എയർ ഫിൽറ്റർ ആണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും മാറ്റുമ്പോൾ ശ്വസിക്കാനുള്ള സാധനം കൂടെ കൊടുത്തില്ലെങ്കിൽ. എയർ ഫിൽറ്റർ BMCയുടെ ആണ്. അത് ഞാൻ 1 ഇയർ ബാക്ക് വണ്ടി സ്റ്റോക്ക് ആയിരുന്നപ്പോഴേ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യം അവിടുന്ന് തുടങ്ങി. അതെ, എല്ലാവരും തുടങ്ങുന്നത്. ഈ ലൈറ്റിന്റെ ത്രോ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ത്രോ ആണ്. വേറെ ഓപ്പോസിറ്റ് വരുന്ന അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുകയും ചെയ്യാം. കാണുകയും ചെയ്യാം. ഈ ലൈറ്റ് നോർമൽ ഡിമ്മിൽ ഇടുന്ന സമയത്താണ് ഓപ്പോസിറ്റ് വരുന്ന ഒരു ബ്രൈറ്റ് ഡിമ്മി കിടക്കുമ്പോൾ. ഇത് പക്ഷേ ഇത് അത്യാവശ്യം വെളിച്ചമുണ്ട്. നമ്മൾ നോർമലി ഇത് ഓഫ് ചെയ്തിട്ട് പർപ്പസ് ലൈറ്റ്, കറക്റ്റ് പർപ്പസ് മീറ്റ് ചെയ്യുന്ന സാധനം. അതെ, ഞാനിത് സാധാരണ ഈ മെയിൻ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാതെ താഴത്തെ മാത്രം ഇടും. അങ്ങനെ നമുക്കിനി ഹുഡ് തുറക്കാം. ഇവിടെ ഇങ്ങനെ അവിടെ ലെഫ്റ്റിലോട്ട് വെയിറ്റിന്റെ ആയിരുന്നല്ലേ, തുറന്നായിരുന്നു ഞാൻ. അയ്യോ, ഹാരിയറിന്ന് ഇത് തുറന്നപ്പോ എന്ത് വ്യത്യാസം! ഇത്ര വെയിറ്റ് ഉണ്ട് ഇതിനകത്തല്ലേ? ചുമ്മാ ആൾക്കാർ കാർബൺ ഫൈബർ ആക്കണം എന്ന് നടക്കുന്നത്. ഇത്രയും വില ഉണ്ടാ? ഇത് വെയിറ്റ് കൂട്ടിയതല്ലോ? അല്ലല്ല, അല്ല നോർമൽ വെയിറ്റ്. പിന്നെ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ, പക്ഷെ അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഓ മൈ ഗോഡ്. അപ്പോ നമുക്ക് എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോൾ ഇതും പച്ചക്കളറാക്കിയല്ലേ? അത് പച്ച. ഇപ്പൊ നമ്മൾ ഓടി വന്നുകൊണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് സാധനങ്ങൾ പറയൂ. ബാറ്ററി മച്ച അതതിന്റെ ഇവിടെ വന്ന്. ഓക്കെ, ഇത് പിന്നെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. BMCയുടെ എയർ ഫിൽറ്റർ ആണ്. ഓ, പണ്ടത്തെ മറ്റേ ജനറേറ്ററിന്റെ സാധനം തുറക്കുന്ന പോലൊക്കെ തുറക്കാൻ പറ്റും. അത് കൊള്ളാം. ഓക്കെ, യെസ്. ഇതാണ് BMCയുടെ എയർ ഫിൽറ്റർ ആണ്. റീസെന്റ് മാറ്റിയതോ? ഇത് റീസെന്റ് മാറ്റിയതല്ല, റീസെന്റ് ക്ലീൻ ചെയ്തു. എനിക്ക് ഇതിലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്നോർക്കിൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ കണ്ട് ഇപ്പൊ കാണാം. ഇതാണ് ഈ ശരിക്കുള്ള. ഞാൻ ഇതിലായിരുന്നു എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ബട്ട് എന്താണ് സംഭവിച്ചത് പറയൂ. അല്ല, സ്നോർക്കിൾ വെച്ച സമയത്ത് കൂടുതലും ലോങ് ഓട്ടമാണ്. അപ്പം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഫുൾ ഈച്ച അടിച്ചിട്ട് എയർ ഫിൽറ്ററിൽ മൊത്തം ഈച്ച കൊല്ലുന്ന മിഷനെ പോലെ. എന്നിട്ട് അതൊരു ഇഷ്യൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എ പില്ലറിൽ ശരിക്കും അത് ഡ്രില്ല് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ അന്ന് എനിക്ക് എ പില്ലർ തുളയ്ക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ടൈറ്റ് ചെയ്തില്ല. ജസ്റ്റ് അവിടെ അത് അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ നല്ല ഹോൾഡ് ആയിട്ട് ഇരിക്കും അത്. അപ്പൊ ഈ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഹൈവേയിൽ പോകുമ്പോൾ ആ സാധനം സൗണ്ട് അല്ല, ഇതിങ്ങനെ അടിച്ചടിച്ച് ആ പെയിന്റ് അവിടുത്തെ ചെറുതായിട്ട് വിറച്ച് പെയിന്റ് സ്ക്രാച്ച് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ബാക്കിൽ ഒരു 3M ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് നോർമലി അത് തട്ടുമ്പോൾ പ്രശ്നമില്ലാത്ത രീതിയിൽ വെച്ചായിരുന്നു. അപ്പം മെയിനായിട്ട് ഇത് റീസൺ ഈ ഒരു ഈച്ച അടിച്ച് കയറുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വെക്കണം. അതിന്റെ എൻഡ് ക്യാപ്പ് തിരിച്ചു വെക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കാണാൻ ഒരു രസമില്ല. അതുകൊണ്ട് പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്തു. പക്ഷെ അത് ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. എനിക്ക് കാണുമ്പോഴാണെങ്കിൽ ഇത് വേറൊരു ലുക്കാണ്, അത് വേറൊരു ലുക്കാണ്. എനിക്ക് ഫോട്ടോ അയച്ചത് ഞാനെന്ന് പറഞ്ഞത് ഇത് പൂക്കി, അതായത് ക്യൂട്ട് ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു എടുപ്പുണ്ടായിരുന്നു, ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ എനിക്കത് ഫസ്റ്റ് ടൈം വെച്ച സമയത്ത് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടോ? പിന്നെ അത് കണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, അത് പ്രാക്ടിക്കൽ സൈഡിൽ യൂസ് കേസിൽ വരുമ്പോൾ നല്ലതല്ലേ? നല്ലതാണ്. പിന്നെ വർക്കിംഗ് സ്നോർക്കിളായിരുന്നു ഞാൻ വെച്ചത്. എനിക്ക് ഷോ പർപ്പസിനുള്ള വെക്കണം എന്നില്ലായിരുന്നു. അവിടെ വർക്കിംഗ് ടൈപ്പ് തന്നെ അങ്ങ് വെച്ചത്. ഫെൻഡർ കട്ട് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. ഇത് മാറ്റി ഇപ്പൊ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഫെൻഡർ മാറ്റി റീപ്ലേസ് ചെയ്ത് അതങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ ഇതാണ്ട് ഇവിടെ ഡൗൺ പൈപ്പ് ഇതാണ് BRDയുടെ ഡൗൺ പൈപ്പാണ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇതാണ്ട്. ഇതാണ് നമ്മൾ എഞ്ചിൻ സൈഡിൽ മെയിൻ ആയിട്ട് മാറ്റിയ സംഭവം. അതാണ് എഞ്ചിൻ ബേയെ കുറിച്ച് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചും ചെയ്തില്ല. ഈ ബാറ്ററിയുടെ വയറിംഗ് ഒക്കെ ഇങ്ങനെ തന്നെയാ? അത് ബാറ്ററിയുടെ അല്ല, നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിന്റെ വയറിംഗ്. മെയിൻ ആയിട്ട് ഇവിടെ ബാറ്ററിയുടെ സൈഡിൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് വന്ന ബാറ്ററി തന്നെയാ? അത് പിന്നെ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്. പവർ കൂട്ടിയിട്ടുണ്ടോ? പവർ കൂട്ടിയിട്ടൊന്നുമില്ല. 12 വോൾട്ട് തന്നെ. ഇതിനകത്തുള്ള നോർമൽ പവറിലുള്ള ബാറ്ററി തന്നെയാണ്. സ്റ്റോക്ക് വന്നിട്ടുള്ള ബാറ്ററി തന്നെയാണ്. അതെ, സ്റ്റോക്ക് വന്നിട്ടുള്ള. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് കളറിലെ ഒരു വയറിംഗ്
ഒരു കേബിൾ പോകുന്നത് കാണാൻ സാധിക്കും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിന്റെ ആണ്, വയറിംഗ് ആണ്. ഓഡിയോ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ വയറിംഗിലാണ് അതിന്റെ ആ ക്വാളിറ്റി ഇരിക്കുന്നത്. ആണ്, അതായത് പ്രോപ്പർ വയറിംഗ്, വേണ്ട വാട്ട്സ് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള വയറിംഗ് ആയതുകൊണ്ടാണ് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇതിന്റെ വയറിംഗിന്റെ ഫോട്ടോയും കൂടെ ഞാൻ കൊടുത്തേക്കാം, വയറിംഗ് ഉള്ളിൽ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ. ആൻഡ് ഇതിന്റെ ബിൽഡിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാം. അതിന് മുമ്പ് ഇതിന്റെ ഇന്റീരിയർ കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, എനിക്ക് നല്ല പോലെ, കാരണം ഇൻട്രോയിൽ നിങ്ങൾ അത് കണ്ടു കാണും ഓൾറെഡി. അപ്പോൾ ഇന്റീരിയറിലോട്ട് പോവാം. ഇന്റീരിയറിലോട്ട് പോവാം. യെസ്, കമോൺ. ഇതിങ്ങനെ വെച്ചിട്ട് അയ്യോ ഇവിടെ കിട്ടോ. യെസ്, എന്താ അല്ലേ. ഓക്കെ, ബാ ഇന്റീരിയർ കയറിക്കോ. ഗൈസ്, ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ വെൽക്കം ഫുഡ് സ്റ്റെപ്പ് വരും. നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചവിട്ടി കയറണം. യെസ്, ഇങ്ങനെ വേണം കയറാൻ. ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പ്രായമായവർക്ക് എങ്ങനെയുണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട്? ഇല്ല, ഈ ഫുഡ് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കയറാം, സെറ്റാണ്. യെസ്, ഓക്കെ. സപ്പോസ് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. ആൻഡ് ടിൻ്റെ ഗ്ലാസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണുമോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്കപ്പോൾ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അകത്ത് നമുക്ക് ഇതൊക്കെ സ്റ്റോക്ക് അല്ലേ? ഇതൊക്കെ സ്റ്റോക്ക്. അന്നത്തെ കാലത്ത്, അതായത് അന്നത്തെ കാലത്ത് ഫോർച്യൂണറിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം വേറെ കളറായി, റെഡായി, അതായി. ഇപ്പം വേറെ ഈ കളറുണ്ടോ? ആൻഡ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് മേജർ ആയിട്ട് അറിയാൻ സാധിക്കുന്നത് സ്റ്റിയറിംഗിന്റെ മാറ്റമാണ്. കൺസോൾ ഒന്നും മാറ്റില്ല, കൺസോൾ സ്റ്റോക്ക് തന്നെ. സ്റ്റിയറിംഗ് GR കിറ്റ് സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. LCയുടെ GR. ഓക്കെ. യെസ്, ഇതാണ് സ്റ്റിയറിംഗ് വീൽ. യെസ്, എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഒക്കെ? സ്റ്റിയറിംഗ് അടിപൊളിയാ. ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഇത് ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ്. ഒറിജിനൽ കാർബൺ ഫൈബർ. അപ്പൊ ഇത് എവിടുന്ന് വരുത്തിച്ചു, എങ്ങനെ വരുത്തിച്ചു? ഇത് ഞാൻ എടുത്തത് ബോബോ കസ്റ്റംസ് എന്ന് പറഞ്ഞ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ ഏകദേശം നമ്മുടെ അക്സറീസ് മൊത്തം അവിടെ നിന്ന് തന്നെ എടുത്തത്. ഹോണൊക്കെ എങ്ങനെ? ഹോണൊക്കെ സ്റ്റോക്ക് ആണോ? അല്ല, മേടിച്ചു. ഹോൺ സ്റ്റോക്ക് അല്ല. ഹോൺ സ്റ്റോക്ക് അല്ല. മാറ്റിട്ടുണ്ടല്ലേ? ഒരു ട്രംപറ്റ് ഹോൺ, ആ ഒരു സാധനം അത്. ഓക്കെ, നൈസ്. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് സ്ക്രീൻ മാറ്റിയിട്ടുണ്ട്. സ്ക്രീന് ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അല്ല. ഇത് അത്യാവശ്യം കൂടി സാധനമാണോ? എന്തൊക്കെ പ്രത്യേകത? ഇത് ആൽപൈന്റെ ആണ്. ഇതിനിപ്പോ ഓഡിയോ സിസ്റ്റം മൊത്തം ചെയ്തിരിക്കുന്നത് ആൽപൈന്റെ ബിൽഡാണ്. അപ്പം ആൽപൈന്റെ സ്റ്റാറ്റസ് സീരീസ് എന്ന് പറഞ്ഞ സീരീസിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത്, എക്സെപ്റ്റ് ഈ ഒരു സാധനം മാത്രമാണ് ആ സ്റ്റാറ്റസ് സീരീസ് വരാത്തത്. ഇത് സ്റ്റാറ്റസ് സീരീസിലുള്ളതല്ല, അതിന്റെ ആവശ്യം അത് എക്സ്ട്രാ വാങ്ങുന്നത്. അപ്പൊ അതൊരു ഇതാണ് കൺസോൾ പോലെ. ശരിക്കും ഈ ഒരു ഓഡിയോ പ്ലെയർ അല്ലേ, ഇതും ഒരു ഓഡിയോ പ്ലെയർ തന്നെയാണ്. അത് ഇതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സെറ്റപ്പ് സാധനത്തിനകത്തുണ്ട്. ഇതിനകത്ത് ഇതിൽ കൂടെ കേൾക്കുമ്പോഴാണ് ആ ഒരു സ്പീക്കറിന്റെ ക്വാളിറ്റി ഫുൾ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അതെ, ബ്ലൂടൂത്ത് ഇവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട് ബ്ലൂടൂത്ത്. പിന്നെ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാർപ്ലേ യൂസ് ചെയ്യുന്ന സമയത്തും ഇത് കൺട്രോൾ ചെയ്യാം, ഒന്നിച്ച് കണക്ട് ആവും. അപ്പൊ ഇന്റീരിയർ കയറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന കാര്യം, അതിന്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാത്തിരിക്കുന്ന സംഭവം ഇതിന്റെ ഓഡിയോ സിസ്റ്റത്തെ പറ്റിയാണ്. എന്താണ് ഓഡിയോ സിസ്റ്റം പണിയാം, അല്ലെങ്കിൽ ഓഡിയോയിൽ പണിയാം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് എപ്പോഴാണ് ഈ തോട്ട് വന്നത് ഇതിനകത്ത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഓഡിയോ സിസ്റ്റം ഒരു സ്ഥലത്ത് നിന്ന് ചെയ്തു. എനിക്കത് പണി കിട്ടി. കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് അവരുടെ ഷോപ്പിലോട്ട് പോയതാണ്, നോക്കാൻ വേണ്ടി. ഷോപ്പിലാണ് പോയത്, കൊച്ചിയില്. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഫോർച്യൂണർ ഓൾറെഡി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അതൊരു ബേസിക് സിസ്റ്റം ആണ്. ഞാൻ അന്ന് ആ വണ്ടി ചെയ്തിരുന്ന എമൗണ്ടിലുള്ള ഒരു ബേസിക് സിസ്റ്റം. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേൾക്കാനായിട്ട്. നമ്മൾ നോർമലി പോയി ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നത്. അവരൊരു 2 ദിവസം ടൈമൊക്കെ എടുത്ത് മെല്ലെയാണ് ചെയ്തത്. പിന്നെ പ്രോപ്പർ വയറിംഗ് തന്നെ കാണുമ്പം മനസ്സിലാവും, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വണ്ടിയിലുള്ള ആ ഒരു പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അത് ഫസ്റ്റ് ഞാൻ ചെയ്തപ്പം 2 വേ ആയിരുന്നു, സ്പീക്കേഴ്സ് എല്ലാം ചെയ്തിരുന്ന 2 വേ ആയിരുന്നു. അപ്പം അന്ന് കുറച്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ ബാക്കി അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പൊ 4 വേ ഓഡിയോ സിസ്റ്റത്തിലോട്ടാക്കി. എന്തായാലും മൊത്തം പൊളിച്ച് ചെയ്യുക. ഫുൾ ഡാമ്പിങ്ങും ചെയ്തു, 4 വേ ഓഡിയോ സിസ്റ്റം ചെയ്തു. 4 വേ എന്ന് പറയുമ്പോൾ അങ്ങനെ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന 3 വേ ഉണ്ട്, 4 വേ ഉണ്ട്. 4 വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു നമ്മുടെ ആ ഒരു ട്യൂട്ടറും കൂടെ ട്വിറ്ററിന്റെ കൂടെ എക്സ്ട്രാ അതെന്തോ സംഭവം, പേര് സൂപ്പർ ട്യൂട്ടർ എന്ന് പറയും. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്നുള്ള ഓഡിയോ പോലും നമുക്ക് അതിനകത്ത് കൂടെ. അപ്പൊ അങ്ങനത്തെ എത്ര സ്പീക്കർ ഉണ്ട് ഇതിനകത്ത്? ഇതില് സ്പീക്കേഴ്സ് 1 2 2 അപ്പൊ 6 7 8 9 10. ഇത് ട്യൂട്ടർ ആണ്. ട്യൂട്ടർ 2 എണ്ണമായി. ഓക്കെ, പിന്നെ ബാക്കിലും ഉണ്ട് 2 ട്യൂട്ടർ. ബാക്കിൽ 2 ട്യൂട്ടർ, ഒരു സ്പീക്കർ. പിന്നെ ബാക്കിൽ 2 വേ ആണ്. ഫ്രണ്ടില് 4 വേ. മൊത്തം 12 സ്പീക്കർ ഇൻക്ലൂഡിംഗ് സബ്. 14 ഉണ്ട്.
14 സ്പീക്കറോ? 14 സ്പീക്കർ അല്ല, ഔട്ട്പുട്ട്. രണ്ട് സബ് ഉണ്ട്. ഓക്കെ. സബ് എന്നോട് ഞാൻ അന്ന് ആദ്യമായിട്ട് കയറിയ ദിവസം എന്നോട് ചോദിച്ചു സബ് എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ സബ് എപ്പോഴും ഞാൻ മറന്നു. സബ് എവിടെയായിരുന്നു പറഞ്ഞാലോ വെച്ചിരിക്കുന്നത്? സബ് എവിടെ മറന്നു? ഞാൻ മറന്നു. എവിടെ സീറ്റിനടിയിലല്ലോ ഇരിക്കുന്ന? അവിടെ നമ്മൾ ചവിട്ടുന്നതിന്റെ അവിടെയാണ് സബ് ഉള്ളത്. ഇവിടെ. ഓ, ഇവിടെയാണ് സബ് ഉള്ളത്. അതെ. ഓ, നൈസ് നൈസ്. അവിടെയാണ് സബ് ഉള്ളത്. പക്ഷെ ആ ഒരു സബിന്റെ എഫക്ട് നമുക്ക് ഇവിടെ കിട്ടും. അത് ക്ലോസ്ഡ് ആണെങ്കിലും കിട്ടും. അത് ഉള്ളില് ഇവര് ഉള്ളിൽ മൈക്കൊക്കെ വെച്ച് ട്യൂൺ ചെയ്ത് നമുക്കിപ്പോ കേൾക്കേണ്ട രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരുകയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്പീക്കർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. പക്ഷെ ഇടി കിട്ടുന്നത് നമുക്ക് അത് കിട്ടിക്കോളും. നമുക്ക് പാട്ട് കേട്ട് നോക്കാം. നമുക്ക് പാട്ട് കേട്ട് നോക്കാം. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചോ. ഈ 2-way 4-way തമ്മിലുള്ള വ്യത്യാസം ആൻഡ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്താ നേരത്തെ പറഞ്ഞത്? ആൽപൈന്റെ സ്പീക്കേഴ്സ് വിത്ത് ഫ്രണ്ട് സബ്വൂഫർ ആണ്. ഫ്രണ്ട് സബ്വൂഫർ ഇരിക്കുന്നത് സ്റ്റെഗിന്റെ ആണ്. സ്റ്റെഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. പിന്നെ അതിനെ റൺ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോണോബ്ലോക്ക് ആംബ് ഉണ്ട്. അത് ഹെലിക്സിന്റെ ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം ആൽപൈന്റെ ആണ്. സ്റ്റാറ്റസ് സീരീസ് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. ഇത് മെയിൻലി ഈ പറഞ്ഞ പോലെ ഇടിച്ച് പൊളിച്ച് കേൾക്കുന്ന സബ് അല്ല. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു ഒരു പാട്ട് നമ്മൾ ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്നാലും സ്റ്റിൽ ഞാൻ എന്നാലും ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ആ സൗണ്ട് ആ ചെറിയ മൈന്യൂട്ട് സാധനം പോലെ വരുന്നുണ്ടോ? ആ സാധനം 4x4 NKG സാധനങ്ങളൊക്കെ. ഇവിടെ കാർബൺ ഫൈബർ എന്തൊക്കെ ചെയ്തേക്കുന്നത്? ഇത് കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറത്തു കൂടെ പിന്നെ PPF ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ച് വരാതിരിക്കാൻ. GR-ന്റെ ഇത് ജസ്റ്റ് നോർമൽ ഗിയർ ലിവർ ചെയ്തതാണ്. ഓക്കെ. ഇത് ഇവിടെ ശരിക്കും എക്സ്ട്രാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോൾ നേരത്തെ എക്സ്ട്രാ വെച്ചേക്കുന്നതാണ്. ഇതിന്റെ കൂടെ ഉള്ളതല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. ആൻഡ് പവർ മോഡ്, എക്കോ മോഡ്. നമ്മൾ നോർമലി ഫോർച്യൂണറിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ആ സാധനമാണ് ഇവിടെ. പിന്നെ റൂഫ് ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഉൾപ്പെടെ ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇതെന്ത് മെറ്റീരിയൽ? ഇവിടെ മാത്രം ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പെയിന്റ് അടിച്ചില്ല. ഞാൻ പോയില്ല. ജസ്റ്റ് ഇത് കസ്റ്റമൈസ് ചെയ്തതല്ലേ. ഇത് കുറച്ച് മനസ്സിലാ. എക്സ്പെൻസീവ് ആയിരുന്നല്ലേ? ഓ, അതെ. ഭയങ്കര ഫീരി സാധനം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ? അവിടെയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പെയിന്റ് ഒന്നാമത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പെയിന്റ് അടിക്കാം. പിന്നെ ഇത് ഞാൻ ഒരു വെറൈറ്റിക്ക് ഉണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് രസം. ഇവിടെ ഇതെന്താ? ഇത് ബ്ലാക്ക് ആക്കിയേക്കാണ്. ഓക്കെ. ആൻഡ് ഇത് മാറ്റിയിട്ടുണ്ടല്ലോ? ഇല്ലില്ല, അത് കാർബൺ ഫൈബർ ആക്കി. ഇതിപ്പോ ഇങ്ങനെ മുക്കിയോ? ഒരു ഐഡിയ ഇല്ല. അതെല്ലാം ചെയ്ത ഡിപ്മാൻ ആണ്. ഒരു ഐഡിയയിൽ ചെയ്ത് എങ്ങനെയോ ചെയ്ത് സെറ്റ് ആക്കി സാധനം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ സീറ്റ് ബെൽറ്റ് ഓ, സീറ്റ് ബെൽറ്റ് മാറ്റിട്ടുണ്ടല്ലേ? എന്ത് പാമ്പോ? ഓ, C4 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗെയിമിംഗ് ക്യാരക്ടറിന്റെ ക്യാരക്ടറിന്റെ പേരായിരുന്നു RP-യിലെ C4 ഖുറേഷി. അതിനെ പിന്നെ കാറിന്റെ പേരായിട്ട് അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. C4 പ്രോജക്ട് C4 എന്നാണ് ഈ വണ്ടിയുടെ. ഓ, ഇവിടെയുണ്ട്. ഇവിടെയും അതിന്റെ പേരുണ്ട്. അപ്പൊ സീറ്റിൽ സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് DSP കൺട്രോളറാണ്. ഓ, ഇവിടെ ഉണ്ടല്ലേ? അതെ. ഇതിനകത്ത് നമുക്ക് സബിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ കേട്ട എഫക്ട് അല്ല സബിന് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. അത് ഇതുണ്ട്. ഇപ്പൊ 1 ട്യൂൺ 1 എന്ന് പറഞ്ഞ ഡ്രൈവറിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. 2 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആ ഒരു രീതിയിൽ കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഓഡിയോ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതെല്ലാം അവരുടെ ട്യൂണിങ്ങിന്റെ പരിപാടിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡിക്കിയിലോട്ട് പോവാം. ഡിക്കിയാണ് ഇതിന്റെ മെയിൻ. അതായത് കാരണം ഇതിന്റെ ഏറ്റവും വലിയ സംഭവം ഇരിക്കുന്നത് അവിടെയാണ്. വണ്ടി അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വണ്ടിയുടെ മെയിൻ ഓഡിയോ സിസ്റ്റത്തിന്റെ മെയിൻ ഹബ്ബാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറേ അധികം മാന്ത്രിക വിദ്യയോടുകൂടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് ഇവിടെ ആക്ച്വലി എൻ്റെ തുണിയും ബാഗൊക്കെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ആക്ച്വലി സംഭവം? ഇത് ശരിക്കും ഇതിപ്പോ സീറ്റിന്റെ അടിയിൽ വേണമെങ്കിൽ വെക്കാം നമുക്ക്. പക്ഷെ സീറ്റിന്റെ അടിയിലോട്ട് വെക്കാത്തെന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ അതെ, ഇപ്പൊ ഓഫ് റോഡ് ഒക്കെ പോവാണെങ്കിൽ ചെളി കൊണ്ടൊക്കെ കേറുവാണെങ്കിൽ ചവിട്ട് കിട്ടുന്ന സ്ഥലമല്ലേ. പക്ഷെ എന്നാലും സീറ്റിന്റെ അടിയിലുണ്ട് വേറെ 2 ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അത് പക്ഷെ ഒതുക്കി അങ്ങ് വെച്ചേക്കുക.
ഇതിപ്പം ഇത് മോണോബ്ലോക്ക് ക്യാമ്പാണ്. ഇത് നമ്മുടെ സബിനെ മെയിൻ സബ്. അതെ, ആൽപൈന്റെ സബാണ് ഇത്. ഇതിപ്പോ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ, കാണുമ്പോ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. സബ് ശരിക്കും ഇത്ര ഉണ്ട്, ഇത്ര അതിന്റെ ബാക്ക് വന്നിട്ട് ഇത്ര ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പക്കയായിട്ട് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ഷേപ്പിലാക്കി വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് കാണാൻ സാധിക്കും. ഈ യൂണിറ്റിനകത്ത് ഇതെന്താണ് ആക്ച്വലി? അത് അതിന്റെ ബ്ലോക്ക് ആണ്. അതായത് ഓഡിയോ കൺട്രോളിംഗ് യൂണിറ്റ് മൊത്തം ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക് വൈസ് വയറിംഗ് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചേക്കാം. നമ്മൾ PC ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഷോക്കേസ് ചെയ്ത് ഗ്ലാസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് സീറ്റിന്റെ അടിയിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകും. ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പം എനിക്കത് സീറ്റിന്റെ അടിയിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാണാനും കൂടെ ഒരു ഇത് ഇതിന്റെ മേളിൽ നമുക്ക് ഇത് സ്പേസ് ഇപ്പം പോകുന്നില്ല. ഇപ്പൊ ഇത്ര ഒരു സ്പേസ് പോകും, നമുക്ക് ഇതിന്റെ മേളിൽ പെട്ടി വെക്കാം, കുഴപ്പമില്ല, പെട്ടിയൊക്കെ വെക്കാം. ഈ ഹോൾസ് അടയാതിരുന്നാൽ മതി, ആ രീതിയിൽ വെക്കാം. ഇതിന്റെ മേളിൽ കയറി ഇരുന്നാലും ഒന്നും പറ്റത്തില്ല. ഇത് അക്രലിക് ഗ്ലാസ് ആണ്, സ്ക്രാച്ച് ആവാതിരിക്കാൻ PPFന്റെ വെള്ളം ഒട്ടിച്ചിട്ടുണ്ട്. സീറ്റും നമുക്ക് മടക്കി അതുപോലെ ഇടാം, കുഴപ്പമൊന്നുമില്ല, സ്പേസ് ഒന്നും പോകത്തില്ല. ഇത് കുറച്ച് അടുത്ത് കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു ലൈറ്റ് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റ് എത്തും. അടുത്തോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞോട്ടു? ഇത് DSP ആംപ്ലിഫയർ ആണ്. പിന്നെ ഇത് മോണോബ്ലോക്ക് ആംബ് ആൽപൈന്റെ. അപ്പൊ ഇതിനകത്ത് സബ് പോകുന്നത്? അതെ, അതാണ് ഇതിനെ റൺ ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ സബ് റൺ ചെയ്യാനായിട്ട് വേറെ ഹെലിക്സിന്റെ വേറൊരു ആംപ്ലിഫയർ, മോണോബ്ലോക്ക് ആംപ്ലിഫയർ അതിന്റെ അടിയിലുണ്ട്. ഇതെന്താണ് സംഭവം? അത് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് എന്ന് പറയും. അത് അതിന്റെ വയറിംഗ്. ബേസിക്കലി ഇതൊക്കെ വയറിംഗിന്റെ കറണ്ട് പോകാനുള്ള സാധനമാണ്. പക്ഷെ അത് എസ്തെറ്റിക്കലി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ വലിയ, പക്ഷെ ഇതിന്റെ വയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള വയറിംഗ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാവും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് കൂടെ വയറിംഗ് പോയിട്ടുണ്ട്, അതൊക്കെ നല്ല പക്കയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഈ വണ്ടി പണിയുന്ന സെറ്റപ്പ്. കാരണം ഞാൻ ഈ വണ്ടി പണിയുന്ന സമയത്ത് നമ്മള് എറണാകുളത്ത് വെച്ച് ഞാൻ പോയി നോക്കിയായിരുന്നു, അപ്ഡേറ്റ് നോക്കാൻ വേണ്ടി പോയായിരുന്നു. കാരണം ഇത് വണ്ടി പെയിന്റ് മാറ്റുന്ന ആ സമയം തൊട്ടേ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോന്ന് ഇങ്ങനെ മാറ്റുന്നുണ്ട്, ഇത് ചെയ്യാൻ പോകണം, അത് ചെയ്യാൻ പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റുന്നെങ്കിൽ വണ്ടി പോയി കാണും. ഇതൊക്കെ ആയിരുന്നു പരിപാടി. ഇത് എത്ര നാളെടുത്താണ് മൊത്തം പണിയാൻ? പെയിന്റിങ് തന്നെ ഒരു മാസം എടുത്തു. പിന്നെ ബാക്കി ഇത് 12 ദിവസം അടുപ്പിച്ച് ഇതിന് 12 എടുത്തുള്ളൂ. 12 ദിവസം അടുപ്പിച്ച് ഏകദേശം. കൊച്ചി പോയി നിന്ന് ജയിപ്പിക്കുവായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെന്ത് വണ്ടിയുടെ ഈ വയറിംഗ് ഈ സംഭവം ചെയ്ത സമയത്ത് പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി അധികം വിശേഷങ്ങൾ ഈ കാറിന് പറയാനുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എക്സോസ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എക്സോസ് മാറ്റിയിട്ടില്ല, സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഡൗൺ പൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു സൗണ്ട് വരുന്നത്. ഈ സൗണ്ട് മതി, ഇതാണ് രസം. അത് മതി. അല്ലെങ്കിൽ മറ്റേ പൊട്ടലും ചീറ്റിൽ ഈ വണ്ടിക്ക് ചേർത്തില്ലല്ലോ. പൊട്ടലും ചീറ്റിലല്ല, നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ് എക്സോസ് ഒക്കെ ചെയ്യാം. ഡീസൽ ആയതുകൊണ്ട് പറ്റത്തില്ല. സ്റ്റിൽ എന്നാലും വേറെ ഉണ്ട്, എക്സോസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ചെയ്തില്ല, അങ്ങോട്ട് പോയില്ല. അത് മാറ്റി അറിയാലോ, ഇത് തന്നെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ബാക്കിയും കൂടെ പ്രശ്നമാക്കണ്ടല്ലോ. അപ്പൊ എനിവേ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിന്റെ അടുത്ത്? വേറെ എന്ത് പറയാൻ? ഞങ്ങൾ ഇനി നാളെ മൈസൂർ പോവാണ് ഗൈസ് ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾ റീല് പ്രതീക്ഷിക്കാം, നമുക്കൊരു കിടിലൻ റീൽ ഇത് ഈ വണ്ടിയുടെ ഒരു ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഫോർച്യൂണർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് ഒരു ഫോർച്യൂണർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? പെർഫോമൻസ് സൈഡ് വേണമെങ്കിൽ ഇനിയും ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റേജ് 3 അല്ല, സ്റ്റേജ് 3 അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റേജ് 2 തന്നെ ഇപ്പം പക്കയാണ്. പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ഇന്റർകൂളർ അപ്ഗ്രേഡ് ചെയ്യാം. ഈ സ്റ്റേജ് ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിപ്പോ എന്ത് ചെയ്യണം പറഞ്ഞു? ഇപ്പൊ സ്റ്റേജ് 2 ചെയ്തോണ്ട് ബ്രേക്കിംഗ് നമ്മുടെ സ്റ്റോക്ക് ബ്രേക്ക് ഫോർച്യൂണറിന് എന്തായാലും അധികം നല്ല സാധനമല്ല. അതിനൊരു നമ്മളിപ്പോ ബ്രേക്ക് ചവിട്ടുവാണെങ്കിൽ ഒരു അതാണ്. ഇതിപ്പോ ചെയ്തിരിക്കുന്നത് പറഞ്ഞ ബ്രേക്ക് ക്രാഫ്റ്റിന്റെ റോട്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് DBയുടെ ബ്രേക്ക് പാഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഇപ്പൊ ഞാൻ മാറ്റാണെങ്കിൽ യെല്ലോ സ്റ്റഫ് എന്ന് പറഞ്ഞൊരു ബ്രേക്ക് പാഡ് ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇതെനിക്ക് ഓക്കെ ആണ്, പക്ഷെ അതൊന്ന് കുറച്ച് ടൈം ഹീറ്റ് ആവാനുള്ളൊരു ഹീറ്റ് ആയി കഴിഞ്ഞാലേ അത് അതിന്റെ പെർഫോമൻസ് കിട്ടത്തുള്ളൂ, ആ DBയുടെ ബ്രേക്ക് പാഡ്. പക്ഷെ കുറച്ച് ബാക്കി പിന്നെ പക്കയാണ്. പെർഫോമൻസിലുള്ള ബ്രേക്ക് ആണ്. നേരത്തെ എന്താ പറയുക, ചൂടാ ഹീറ്റ് ആയാലേ ഈ പറഞ്ഞ പോലെ ഫുൾ ഇത് കിട്ടത്തുള്ളൂ. അതെ, ഫുൾ. അതെനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ വണ്ടി എടുത്ത് കഴിഞ്ഞില്ല, കുറവാണ്, വെയിറ്റ് കുറവാണ്. കുറച്ചൊന്നോടി ഒരു 2 മിനിറ്റ് ഓടി കഴിയുമ്പോഴേക്കും അതങ്ങ് ഹീറ്റായി റെഡി ആയിക്കോളും. പിന്നെ ഹൈവേയിൽ ഇത് നല്ല ഈ ബ്രേക്ക് പാഡും ഈ റോട്ടേഴ്സും അടിപൊളിയാണ്. ഹൈവേയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ആ കുത്തിയുള്ള ആ ഒരു ചാട്ടമുള്ള ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ പോയി. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ കിടക്കുന്നത് ബ്രംബോയുടെ .5.1 എന്ന് പറഞ്ഞ ബ്രേക്ക് ഫ്ലൂയിഡ് ഡോട്ട് ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ആയിട്ടില്ലേ, ബ്രേക്ക്
ഫെയിൽ ആയി പോകും. അത് മെയിനായിട്ട് അത് ചെയ്യണം. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കളർ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സമയത്ത് ഒരു അമ്മൂമ്മ ഇങ്ങനെ നടന്നിട്ട് പശുവിനെ മേയ്ക്കാൻ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു നല്ല കളർ മനെ കണ്ടിട്ടില്ലാത്ത കളർ. അതുപോലെ ആൾക്കാരുടെ റെസ്പോൺസ് എന്താണ് ഈ കളറും ആൻഡ് ഈ ഒരു ലുക്കിൽ ഈ വണ്ടി കണ്ടപ്പോഴത്തേക്ക്? നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് വണ്ടി. റോഡ് പ്രസൻസ് ഉണ്ടോ? നല്ല രീതിയിലുണ്ട്. അപ്പൊ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കളറിനെ പറ്റി? കുറെ പേര് സംസാരിച്ചിട്ടുണ്ട്. നല്ല കോഡൊക്കെ മേടിച്ചിട്ട് പോയോ? കളർ കോഡ് കുറെ പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂണീക്ക് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഈ വണ്ടി ചെയ്തിട്ടുണ്ടോ. ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് കളർ ബ്ലാക്ക് അടിക്കാഞ്ഞതിന് ആദ്യം തന്നെ, കാരണം ഇഷ്ടംപോലെ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് കുറെ ഉണ്ട്, ഇഷ്ടംപോലെ. അതെ, ലൈക്ക് ഇതൊരു നമ്മള് ആദ്യം ഇതുപോലെ ഏത് കളർ ചേരാ. ഞാൻ ഒരു ബുക്ക് മൊത്തം എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് കളർ ഏത് സെലക്ട് ചെയ്യണം. അങ്ങനെ നോക്കിയാലും കൺഫ്യൂഷൻ ഇല്ല. എന്റെ മൈൻഡിൽ ഒരു കളർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡിഫൻഡറിന്റെ കുറച്ച് കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് മൈൻഡില്. അത് പിന്നെ അടിച്ചൊക്കെ നോക്കി വേറൊരു പാർട്ടില്, പക്ഷെ എനിക്കത് അത്ര തോന്നില്ല. ഇതിനകത്ത് ചേരാത്തൊരു മൈൻഡിലൊരു ഇത് വന്നില്ല. പിന്നെ അവസാനം ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒരു വേറൊരു പീസിൽ അടിച്ചു നോക്കിയപ്പോൾ എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ന്യൂ ഇയർ ഷെയ്ഡിലോട്ട് പോയത്. വെയിലത്ത് കിടക്കുമ്പോൾ ഒരു ലൈറ്റും ഡാർക്കിന് ഡാർക്കും ഉണ്ട്. അങ്ങനത്തെ ഒരു ഡ്യുവൽ ടോൺ സെറ്റപ്പിലുള്ള ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു കളർ. അപ്പൊ ഇനി എല്ലാവർക്കും ഉള്ള മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ് വണ്ടി പണിഞ്ഞത് ആൻഡ് എത്രയായി കയ്യിൽ പൊട്ടി ആൻഡ് എവിടൊക്കെയാണ് ചെയ്തതെന്ന്. കാരണം ഒരു റെഫർ ആൾക്കാർക്ക് ഇൻ കേസ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഒക്കെ മനസ്സിൽ വെക്കണമെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് പറയണം. മൊത്തം ബഡ്ജറ്റ് ഒന്നും പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എന്നാലും എവിടെ നിന്നൊക്കെയാണ് ചെയ്തത് എല്ലാം കൂടെ എത്ര രൂപ ആവറേജ് നമുക്ക് ചോദിക്കാം. എവിടെ നിന്നൊക്കെയാണ് ക്വിക്ക് ആയിട്ട്? ഇതിപ്പം പെയിന്റിങ്ങിന്റെ വർക്ക് മൊത്തം ഞാൻ എടുത്തത് എന്റെ ഫ്രണ്ടിന്റെ തന്നെ ഷോപ്പിൽ നിന്നാണ്, കളർ കോഡ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന്. പിന്നെ അതിന് പെയിന്റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉടനെ എന്റെ ഹാരിയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ബാക്കി പറഞ്ഞു. പിന്നെ ഫുൾ ബോഡി PPF ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തത് XD എന്നാണ്. പിന്നെ മെക്കാനിക്കൽ വർക്കും പിന്നെ നമ്മുടെ സസ്പെൻഷന്റെ സൈഡും എല്ലാം ചെയ്തിരിക്കുന്ന ഓൾ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രമുള്ള ഓഡിയോ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ട്യൂണപ്രോ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയില്. ഇവിടെ ഇത്ര സ്ഥലത്ത് കയറി ഇറങ്ങിയാണ് ഈ കോലത്തിലായത്. ഇവരെല്ലാം നല്ല ഹെൽപ്ഫുള്ളും ആയിരുന്നു. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവർ സോൾവ് ചെയ്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് വേണം, സർവീസ് ആണ് മെയിൻ ആയിട്ട് വേണം. കാരണം ഇത്രയും ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കിട്ടണം. പിന്നെ ഇതിന്റെ സീറ്റ് ബെൽറ്റിന്റെയും ഡിപ്പിങ്ങിന്റെ ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഡിപ്മാൻ എന്നാണ്. പുള്ളി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കൊച്ചി എയർപോർട്ടിന്റെ സൈഡിലും കണ്ടോ. ഞാൻ പോയില്ല, ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോകാൻ പോലും ചെയ്യില്ല. ഞാൻ ട്യൂണപ്പിലില്ലേ വണ്ടി വർക്കിനിട്ടില്ലേ, അപ്പൊ ആ സമയത്ത് ഞാൻ പുള്ളിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഡിപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പുള്ളി പറഞ്ഞ് അവിടെ ഞാൻ വന്നിട്ട് എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാം പുള്ളി എന്നെ ഇളക്കി ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുത്തെ വർക്ക് ചെയ്തു. ഞാൻ അവിടെ ഷോപ്പിൽ പോലും പോകണമെന്നില്ല, ഇവിടുത്തെ വർക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്ന് എനിക്ക് സെറ്റ് ചെയ്ത് തരുകയും ചെയ്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ കോസ്റ്റ് ആണ്. ഇത്രയും ചെയ്തതിന്റെ എത്ര രൂപയ്ക്കാണ് എന്നാലും ഒരു ആവറേജ്? എന്നോട് പറഞ്ഞത് കണക്ക് കൂട്ടിയിട്ടില്ല. എന്നാലും കണക്ക് കൂട്ടിയിട്ടില്ല, കണക്ക് കൂട്ടിയ വിഷമാവുന്നാണോ? നമ്മൾ അങ്ങനെ നോക്കാൻ പോകുന്നില്ലല്ലോ. എന്നാലും ഇപ്പം കുറച്ചായി അത്യാവശ്യം. എന്റെ ഒരു ഗ്ലാൻസയുടെ വിലയൊക്കെ എന്തായാലും കവർ ആയി കാണുമല്ലോ അല്ലേ? ഓഡിയോ സിസ്റ്റത്തിനാണ് അത്യാവശ്യം റേറ്റ് വന്നത്, നല്ല പോലെ വന്നിട്ടുള്ളത്. പിന്നെ ടാറ്റ സീരീസ് പറഞ്ഞ ബിൽഡാണ്. പെയിന്റ് അടിച്ചത് 1.5 അത് ഈ ക്വാളിറ്റി പെയിന്റിന്റെ അതുകൊണ്ട് തന്നെ. ബ്ലാക്ക് ഔട്ട് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് താഴെ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇതിപ്പം ഫുൾ വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇളക്കി ആണ് ഫുൾ ഇളക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ നിർത്തി പെയിന്റ് അടിച്ചല്ല. അപ്പൊ മനസ്സിലായല്ലോ ഒരു ആവറേജ് വില മനസ്സിൽ കൂട്ടിക്കോ. അപ്പൊ അതാണ് നമ്മുടെ ഫോർച്യൂണർ C4 പ്രൊജക്ട് C4ന്റെ വിശേഷങ്ങൾ. ഈ വണ്ടി ഇത്രയും ഓടി നടന്ന് പണിഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഒരു ഗുണപാഠം എന്ന സെൻസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കുറെ ഇപ്പം നെഗറ്റീവ്സ് ആണെങ്കിൽ കുറെ ഷോപ്സ് നിന്നൊക്കെ നെഗറ്റീവ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ അതെല്ലാം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് ഫസ്റ്റ് അത് ഫുൾ ഇരുന്ന് അതിനെ നോക്കുക. ഇപ്പൊ ഒരു സാധനം മാറ്റുവാണെങ്കിൽ തന്നെ ആ സാധനം മാറ്റി വേറെ എന്തെങ്കിലും മാറ്റേണ്ടി വരുമോ, അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇപ്പൊ സസ്പെൻഷൻ സൈഡ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പർ കൺട്രോൾ ആകാൻ മാറണം. അപ്പൊ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് മാറ്റി കഴിഞ്ഞാൽ അടുത്ത അതിന് വേണ്ടിയിട്ട് മാറ്റണം എന്ന് നോക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അതുപോലത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ആ ചെയ്യുന്ന സാധനത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ അത് മാത്രം പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതെ, അത് മാത്രം പ്ലാൻ ചെയ്താൽ പോരാ, അതിനകത്ത് കുറെ സാധനങ്ങൾ എക്സ്ട്രാ വരും. അതെന്തായാലും നോക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണെങ്കിൽ ഇപ്പൊ ടയർ സൈസ്, ഇപ്പം എനിക്കിപ്പോ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ടയർ സൈസ് വലുതായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലിഫ്റ്റ് ചെയ്തത്. അപ്പൊ അതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ആദ്യമേ നമ്മൾ നോക്കുക ഇപ്പൊ എന്തൊക്കെ ഇതിന് സ്യൂട്ട് ആവുമെന്ന്. അലോയ് എടുക്കുവാണെങ്കിൽ പോലും എത്ര ഓഫ്സെറ്റ് ആണ് അതെല്ലാം നോക്കിയിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്കിൽ കയറി പിടിക്കുന്ന ഇഷ്യൂസ്. അപ്പൊ നമ്മൾ പോയിട്ട് ചുമ്മാ കണക്ക് പഠിക്കണം. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇറങ്ങിയ ശേഷമാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. പിന്നെ ഓരോ സാധനം മാറ്റുമ്പോഴേ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് തട്ടുന്ന ഇഷ്യൂ ഉണ്ട്. നമ്മൾ മേടിച്ചത് നമ്മൾ പൈസ പോകും. അതെ, പൈസ പോവാതെ നോക്കണം. ഫസ്റ്റ് പോയിട്ട്
നമ്മൾ മൊത്തത്തിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ തട്ടു. നമ്മൾ നെഗറ്റീവ്സ് ആണ് ആദ്യം നോക്കേണ്ടത്. പോസിറ്റീവിനെക്കാളും നമ്മൾ നെഗറ്റീവ്സ് എന്തൊക്കെ വരുമെന്ന് നോക്കണം, അതിൻ്റെ നെഗറ്റീവ് സൈഡ്, എന്നിട്ട് ഓർഡർ കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ C4 ഖുറേഷ്യയുടെ വിശേഷങ്ങൾ. ഐ മീൻ C4 എന്ന ഖുറേഷ്യ C4. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയില്ലല്ലോ. വീഡിയോ ലോങ് ആയെന്നറിയാം, ബട്ട് സ്റ്റിൽ ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മിസ്സായി പോകും. അതാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് വീഡിയോ ഈ വണ്ടിയുടെ ഇതായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ കാണാൻ പോകുന്നത്. ആൻഡ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഷൂട്ട് ചെയ്തു. നീട്ടി വെച്ചേക്കാണ്. ഇനി ചോദിച്ചവർക്കല്ലേ കൊടുത്തു. അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഡൗൺ ബിലോ. ആൻഡ് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടെന്നും കൂടെ എല്ലാം പറഞ്ഞേക്കും. അത്രയല്ലേ ഉള്ളൂ. ശരി ഗൈസ്, ബൈ ബൈ. എൻ്റെ ഓഡിയൻസിന് ടാറ്റ കൊടുത്തില്ല. അയ്യോ.